നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, യുണൈറ്റഡ് സ്കിൽസ് അക്കാദമിയുടെ ഇംഗ്ലീഷ് കോഴ്സിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാഡിൻ്റെ നെഗറ്റീവ് രൂപമാണ്. നമുക്കറിയാം, ഹാഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള അർത്ഥം ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാഡിനെ എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ് ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പുതിയ പുതിയ പദങ്ങളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കണം. ഓക്കെ, ഹാഡ് നോ എന്നാണ് ഹാഡിൻ്റെ നെഗറ്റീവായി വരുമ്പോൾ ഹാഡിൻ്റെ രൂപം. ഹാഡ് നോ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. ഉദാഹരണം നോക്കാം. ഷീ ഹാഡ് നോ എ ഡോഗ്. ഷീ ഹാഡ് എ ഡോഗ് എന്ന് പറഞ്ഞാൽ അവൾക്കൊരു നായ ഉണ്ടായിരുന്നു. നമ്മൾ പോസിറ്റീവായിട്ടുള്ള സെൻറ്റൻസിന് നേരെ നോ കൊടുത്തിട്ട് നെഗറ്റീവ് ആക്കുകയാണ് ചെയ്യുന്നത്. ഷീ ഹാഡ് നോ എ ഡോഗ്, അവൾക്കൊരു നായ ഉണ്ടായിരുന്നില്ല. വെൻ ഷീ വാസ്, വെൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്നുള്ള അർത്ഥമാണ്. വെൻ ഷീ വാസ് എ ചൈൽഡ്, അവൾ ഒരു കുട്ടി ആയിരുന്നപ്പോൾ. വാസ് എന്ന് പറഞ്ഞാൽ ആയിരുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ അവൾ ഒരു കുട്ടി ആയിരുന്നപ്പോൾ അവൾക്ക് നായ ഉണ്ടായിരുന്നില്ല. അതുപോലെ ദേ ഹാഡ് നോ എ പിക്നിക്, അവർക്കൊരു ഉല്ലാസയാത്ര ഉണ്ടായിരുന്നില്ല. ദേ എന്ന് പറഞ്ഞാൽ അവർ എന്നാണ് അർത്ഥം. പിക്നിക് എന്ന് പറഞ്ഞാൽ ഉല്ലാസയാത്ര. അപ്പോൾ അവർക്കൊരു ഉല്ലാസയാത്ര ഉണ്ടായിരുന്നില്ല. ഇൻ ദി പാർക്ക്, പാർക്കിൽ ലാസ്റ്റ് വീക്കെൻഡ്, ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എന്നർത്ഥം. കഴിഞ്ഞ വീക്കെൻഡിൽ, വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ ആഴ്ചയുടെ അവസാനം എന്നർത്ഥം. വാരാന്ത്യം എന്നൊക്കെ നല്ല മലയാളത്തിൽ പറയും. അപ്പോൾ കഴിഞ്ഞ വാരാന്ത്യത്തിൽ അവർക്ക് പാർക്കിൽ പിക്നിക് ഉണ്ടായിരുന്നില്ല. പിക്നിക് എന്ന് പറഞ്ഞാൽ ഉല്ലാസയാത്ര. ഹീ ഹാഡ് നോ എ ഹെഡേക്ക്, അവൾക്കൊരു ഹെഡേക്ക് ഉണ്ടായിരുന്നില്ല. ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ തലവേദന എന്നർത്ഥം. ആഫ്റ്റർ വർക്ക് ചെയ്തതിന് ശേഷം, ജോലി എടുത്തതിന് ശേഷം, ഓൾ ഡേ എല്ലാ ദിവസവും. ഇനി വി ഹാഡ് നോ മീറ്റിംഗ്, ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നില്ല. വിത്ത് ദ ക്ലയൻറ്റുകളുമായിട്ട്. ദിസ് മോർണിംഗ്, ഇന്ന് രാവിലെ. ഇനി ദ കമ്പനി ഹാഡ് നോ, കമ്പനിക്കുണ്ടായിരുന്നില്ല എ സക്സസ്ഫുൾ ഹിസ്റ്ററി, ഒരു വിജയകരമായ ചരിത്രം. ഇനി ഐ ഹാഡ് നോ എ ഡ്രീം, എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നില്ല. എബൌട്ട് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെക്കുറിച്ച് എന്ന് പറയാൻ വേണ്ടിയിട്ട് എബൌട്ട് യു, നിന്നെക്കുറിച്ച്. എബൌട്ട് ഹിം, അവനെക്കുറിച്ച് എന്നൊക്കെ പറയും. അപ്പോൾ എബൌട്ട് ഫ്ലൈയിങ്, പോകുന്നതിനെക്കുറിച്ച്. ഫ്ലൈ എന്ന് പറഞ്ഞാൽ പറക്കുക എന്നാണ് അർത്ഥം. ഒരാൾ ഏതായാലും പറക്കൂലല്ലോ. ഒരു വിദേശത്തേക്കൊക്കെ പോകുന്നതിനും ഫ്ലൈ എന്ന് പറയും. ഓടിപ്പോകുക എന്നുള്ളതിനും ഫ്ലൈ എന്ന് പറയാറുണ്ട്. അപ്പോൾ പോകുന്നതിനെക്കുറിച്ച് അവനക്കൊരു സ്വപ്നമേ ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഡേറ്റ്, കഴിഞ്ഞ രാത്രി എന്നർത്ഥം. ഇനി ഷീ ഹാഡ് നോ എ കപ്പ് ഓഫ് ടീ. ഷീ ഹാഡ് നോ എ കപ്പ് ഓഫ് ടീ, അവൾക്കൊരു കപ്പ് ഓഫ് ടീ ഉണ്ടായിരുന്നില്ല, ഒരു കപ്പ് ചായ ഉണ്ടായിരുന്നില്ല. ടു കാം, ശാന്തമാക്കാൻ. കാം എന്ന് പറഞ്ഞാൽ ശാന്തമാക്കുക എന്നർത്ഥം. ഹെർ നെർവ്സ്, അവളുടെ നാഡീ ഞരമ്പുകളെ. നെർവ് എന്ന് പറഞ്ഞാൽ ഞരമ്പ്, നാഡി എന്നൊക്കെ അർത്ഥമുണ്ട്. ഇനി ദേ ഹാഡ് നോ എ ഡിസഗ്രിമെൻറ്റ്. ദേ ഹാഡ് നോ, അവർക്കുണ്ടായിരുന്നില്ല എ ഡിസഗ്രിമെൻറ്റ്, ഒരു വിയോജിപ്പ്. അഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ യോജിപ്പ് എന്നർത്ഥം. അപ്പോൾ അവർക്ക് വിയോജിപ്പ് ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. അബൌട്ട് ദി പ്രോജക്റ്റിനെ കുറിച്ച്. ഹീ ഹാഡ് നോ എ കാർ ആക്സിഡൻറ്റ്, അവനക്കൊരു കാർ ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നില്ല. ഓൺ ഹിസ് വേ, അവൻ്റെ വഴിയിൽ. ടു വർക്കിനുള്ള, ഇപ്പോൾ ജോലിക്ക് പോകുന്ന വഴിയേ എന്നർത്ഥം. ജോലിക്ക് പോകുന്ന വഴി അവനക്കൊരു കാർ ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു എന്നാണ് പോസിറ്റീവ്. അവ ഉണ്ടായിരുന്നില്ല എന്ന് നെഗറ്റീവ്. ഇനി വി ഹാഡ് നോ എ സെലിബ്രേഷൻ, ഞങ്ങൾക്കൊരു ആഘോഷമുണ്ടായിരുന്നില്ല. ഫോർ ഹെർ പ്രൊമോഷൻ, അവളുടെ പ്രൊമോഷൻ കിട്ടിയിട്ട് അവൾ നമുക്ക് സെലിബ്രേഷനൊന്നും തന്നില്ല, പാർട്ടി ഒന്നും തന്നില്ല എന്നർത്ഥം. ദേ ഹാഡ് നോ, അവർക്കുണ്ടായിരുന്നില്ല എ പാർട്ടി, ഒരു പാർട്ടി ഉണ്ടായിരുന്നില്ല. ഫോർ ദെയർ ആനിവേഴ്സറി, അവരുടെ ആനിവേഴ്സറിക്ക്. ഹീ ഹാഡ് നോ എ ബുക്ക്, അവനക്കൊരു പുസ്തകം ഉണ്ടായിരുന്നില്ല. ഇൻ ഹിസ് ഹാൻഡ്, അവൻ്റെ കയ്യിൽ. വി ഹാഡ് നോ എ ഡിസ്കഷൻ, ഞങ്ങൾക്കൊരു ചർച്ച ഉണ്ടായിരുന്നില്ല. എബൌട്ട് ദ ഫ്യൂച്ചർ, ഭാവിയെക്കുറിച്ച്. ഓഫ് ദി കമ്പനിയെക്കുറിച്ച് കമ്പനിയുടെ ഭാവിയെക്കുറിച്ച് ഞങ്ങൾക്കൊരു ചർച്ച ഉണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ പോസിറ്റീവ്. ഉണ്ടായിരുന്നില്ല എന്ന് നെഗറ്റീവാക്കി. ഷീ ഹാഡ് നോ എ പെയിൻറ്റിങ്, അവൾക്കൊരു പെയിൻറ്റിങ് ഉണ്ടായിരുന്നില്ല. ഓൺ ദി വാളിന്മേൽ. വാൾ എന്ന് പറഞ്ഞാൽ ചുമര്. ദേ ഹാഡ് നോ എ ഫയർ, അവർക്ക് ഒരു തീ ഉണ്ടായിരുന്നില്ല. ഇൻ ദ ഫയർ പ്ലേസിൽ. ഫയർ പ്ലേസ് എന്ന് പറഞ്ഞാൽ തീ കായുന്ന നെരിപ്പോട് എന്നൊക്കെ പറയും. കാശ്മീരിലൊക്കെ ഉണ്ടാവും, നമ്മുടെ നാട്ടിലുണ്ടോ അറിയില്ല. ടു കീപ്പ് വാം, ചൂട് സൂക്ഷിക്കാൻ. ചൂട് കൊടുക്കാൻ അങ്ങനെ ചൂട് നിലനിർത്താൻ വേണ്ടിയിട്ട് നടത്തും. ഫയർ പ്ലേസ് എന്ന് പറഞ്ഞാൽ നെരിപ്പോട് എന്നൊക്കെ പറയും. ഇനി ഹീ ഹാഡ് നോ സാൻഡ്വിച്ച്, അവനക്ക് സാൻഡ്വിച്ച് ഉണ്ടായിരുന്നില്ല.
ഫോർ ലഞ്ചിന്. ഹീ ഹാഡ് നോ എ വെക്കേഷൻ, അവനക്കൊരു വെക്കേഷൻ ഉണ്ടായിരുന്നു. വി ഹാഡ് നോ വെക്കേഷൻ, ഞങ്ങൾക്കൊരു വെക്കേഷൻ ഉണ്ടായിരുന്നില്ല. ഇൻ യൂറോപ്പിൽ ലാസ്റ്റ് സമ്മർ, കഴിഞ്ഞ സമ്മർ വെക്കേഷനിൽ. ദ ടീം ഹാഡ് നോ എ വിക്ടറി, ടീമിന് വിജയമുണ്ടായിരുന്നില്ല. ഇൻ ദി ചാമ്പ്യൻഷിപ്പ് കളിയിൽ. ഷീ ഹാഡ് നോ എ ക്വസ്റ്റ്യൻ, അവൾക്കൊരു ചോദ്യം ഉണ്ടായിരുന്നില്ല അബൌട്ട് ദി അസൈൻമെൻറ്റിനെ കുറിച്ച്. ഇനി ഹീ ഹാഡ് നോ എ ഗാർഡൻ, അവൻക്കൊരു ഗാർഡൻ ഉണ്ടായിരുന്നില്ല. ഇൻ ദി ബാക്ക്യാർഡിൽ. ഹീ ഹാഡ് നോ എ കീ, അവൻക്കൊരു ചാവി ഉണ്ടായിരുന്നില്ല. ടു ദി ഫ്രണ്ട് ഡോറിലേക്ക്. വി ഹാഡ് നോ എ പ്രസൻറ്റേഷൻ, ഞങ്ങൾക്കൊരു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നില്ല അറ്റ് ദ കോൺഫറൻസ്, സമ്മേളനത്തിൽ. ഷീ ഹാഡ് നോ എ സ്മൈൽ, അവൾക്കൊരു പുഞ്ചിരി ഉണ്ടായിരുന്നില്ല. ഓൺ ഹെർ ഫേസ്, അവളുടെ മുഖത്ത്. ദേ ഹാഡ് നോ എ ബോട്ട്, അവൾക്കൊരു ബോട്ട് ഉണ്ടായിരുന്നില്ല. ഓൺ ദി ലേക്ക്, തടാകത്തിൽ. ഹീ ഹാഡ് നോ എ കോൾഡ്, അവൻക്കൊരു തണുപ്പുണ്ടായിരുന്നില്ല. ഡ്യൂറിങ് ദ വിൻ്റർ സമയത്ത്. വി ഹാഡ് നോ എ റിസർവേഷൻ, ഞങ്ങൾക്കൊരു റിസർവേഷൻ ഉണ്ടായിരുന്നില്ല. അറ്റ് ദി റെസ്റ്റോറൻറ്റിൽ. ഇനി ഒരു ചെറിയ ടാസ്ക്കാണ്, ഇതിൻ്റെ അർത്ഥം നിങ്ങൾ സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ദ ഫാമിലി ഹാഡ് നോ എ റിയൂണിയൻ ആഫ്റ്റർ മെനി ഇയേഴ്സ്. ഷീ ഹാഡ് നോ എ ഫോൺ കോൾ ഫ്രം ഹെർ ഫ്രണ്ട്. ദേ ഹാഡ് നോ എ കമ്പ്യൂട്ടർ ഓൺ ദെയർ ഡെസ്ക്. ഹീ ഹാഡ് നോ എ സസ്പീഷ്യൻ അബൌട്ട് ഹിസ് നെയ്ബർ. We had no a map to guide us on the trip. She had no a cat that she adored. They had no a movie night at home. ഇനി ഒരു ടാസ്ക് കൂടെ ഉണ്ട്. ഈ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്കിപ്പോൾ പോസിറ്റീവായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനിയുള്ള 3 സ്ലൈഡുകൾ അത് നിങ്ങളെല്ലാവരും അർത്ഥം കണ്ടെത്തി നെഗറ്റീവാക്കി മാറ്റുക. വളരെ ഈസിയാണ്, സിമ്പിളാണ്. നിങ്ങൾ എഴുതിയെടുക്കേണ്ടതാണ്. സെൻറ്റൻസുകൾ വായിക്കാം. ഹീ ഹാഡ് എ തോട്ട് അബൌട്ട് ദി പ്രോബ്ലം. വി ഹാഡ് എ ബാർബിക്യൂ ഇൻ ദി ബാക്ക്യാർഡ്. ഷീ ഹാഡ് എ ജോബ് ഇൻ്റർവ്യൂ നെക്സ്റ്റ് വീക്ക്. ദേ ഹാഡ് എ വിൻഡോ വിത്ത് എ ബ്യൂട്ടിഫുൾ വ്യൂ. He had a tennis match in the afternoon. We had a budget for the project. She had a diary where she wrote her thoughts. They had a dog that barked all night. He had a guitar that he played every day. We had a conversation about politics. She had a camera to capture the moment. They had a telescope for stargazing. He had a plan for the weekend. We had a backpack for the hike.